വേഗം ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ ഹെൽത്തിന് വളരെ നല്ലതുമായ ഒരു അടിപൊളി തോരനാണ് നമുക്കിന്ന് ഇവിടെ കാണിക്കണം കേട്ടോ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മളിതെന്ന് കത്തിയും മുറൊക്കെ ആയിട്ട് എവിടേക്കാണെന്നായിരിക്കും അല്ലേ. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് നിറയെ ചേമ്പിൻ തണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ മുറിച്ചിട്ട് എന്തെങ്കിലും വെക്കാൻ പറഞ്ഞിട്ടാണ് വന്നിരിക്കണം. വരൂ, മുറിച്ചിട്ട് വരാം, വരൂ. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ചേമ്പ് വെച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാനിപ്പോൾ മുറിക്കാൻ പോണത് ചേമ്പിൻ തണ്ട്. ഓക്കെ, ചേമ്പിൻ്റെ തണ്ട് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ നല്ല കുറച്ച് മൂക്കാത്ത തണ്ടായിട്ട് എടുക്കണം കേട്ടോ. മൂത്ത തണ്ട് എടുക്കരുത്. എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ചിലർക്കത് ചൊറിയും. ഓക്കെ, ചിലപ്പോൾ തൊണ്ടയൊക്കെ ചൊറിയും, ഇല്ല മുറിക്കുമ്പോൾ കൈ ചൊറിയും. അതുകൊണ്ട് അത് നോക്കിയിട്ട് എടുക്കും കേട്ടോ. അതേപോലെ അതിലിങ്ങനെ പാലുണ്ട്, ഇതാ കണ്ടോ. അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് പണ്ടത്തെ ആൾക്കാരൊക്കെ മഴ പെട്ടെന്ന് വരുമ്പോൾ, ഇപ്പോൾ പണിക്കും പാടത്തും ഒക്കെ പോകുമ്പോൾ എല്ലാവരും ഇതെങ്ങനെ വെച്ചിട്ടാണ് വരിക അല്ലേ, ഒരു കുടയായിട്ട് ഉപയോഗിച്ചിട്ട്. അതൊക്കെ ഇപ്പം അതൊന്നും കാണുകയില്ല അല്ലേ. നമ്മളിപ്പോൾ ഈ ചേമ്പൻ തണ്ടൊക്കെ വലിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ഇനി. പിന്നെ ഈ ചേമ്പിൻ്റെ തണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, കറി ചെയ്തിട്ടുണ്ട്, തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇല വന്ന് തുള്ളിരായിട്ടുള്ള ഇല വന്നിട്ട്, അല്ലെങ്കിൽ ഇളശായിട്ടുള്ള ഇല വന്നിട്ട് തോരൻ വെക്കാമെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് വെച്ചിട്ടുണ്ടോ ഇല കൊണ്ട്? ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആരെങ്കിലും ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇല വെക്കാൻ അത്ര ഒരു ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പോൾ തണ്ടൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ ചേമ്പെന്ന് പറയും, പിന്നെ താള് പറയും, പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ മാതിരി പറയും. ഇതിന് വേറെ വല്ല പേരുകളുണ്ടെങ്കിൽ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വരൂ വീഡിയോയിലേക്ക് പോവാം. ഈ ചേമ്പിൻ്റെ തോല് നമ്മൾ ഈ മുരിങ്ങയ്ക്ക ചെത്തി എടുക്കില്ലേ, അതേപോലെ അതുപോലെ ആക്കി കഴിഞ്ഞാൽ അത് വരും കേട്ടോ, നീളത്തിൽ അങ്ങനെ. അപ്പോൾ അത് അങ്ങനെയാണ് എൻ്റെ തോലെടുക്കുക. തോലെടുത്തിട്ട് നിങ്ങൾക്ക് സ്ക്വയറായിട്ടോ, അത് ചെറുതായതുകൊണ്ട് ഞാൻ വെറുതെ അങ്ങനെ വട്ടത്തിൽ തന്നെ മുറിച്ചു. വലുതാണെങ്കിൽ കുറച്ച് സ്ക്വയറിൽ മുറിക്കുക. നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിൽ മുറിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. അതപ്പോൾ എല്ലാം മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കാം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഉള്ളിയോ അങ്ങനത്തെ ഒരു സാധനം ഇടാതെയാണ് ഉണ്ടാക്കാൻ പോകണം, വളരെ സിമ്പിളായിട്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ മുറിച്ച ചേമ്പൻ തണ്ടൊക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും രണ്ടും. ഓക്കെ, എന്നിട്ട് അടച്ചൊന്ന് വേവിക്കുക. എന്ന് വെച്ചാൽ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും, നമ്മളതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല, നിറയെ വെള്ളം ഉണ്ടാവും. പിന്നെ ഇത് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറയണത് നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഇത് ചൊറിയണവരുണ്ടെങ്കിൽ അതിന് മോരിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉള്ളിയൊന്നും ഇടില്ല, അതുകൊണ്ട് ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് എടുക്കും കേട്ടോ. ഒരു പിടി നാളികേരം എടുത്തിട്ട് അതിനെ ഒന്ന് ചതച്ചിട്ട് ഇടാനാണ് ഞാൻ പോണത് കേട്ടോ തോരനിൽ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ഇത് അരച്ചത് ഇട്ട ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി തുളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് ഇവിടെ അടിപൊളി ചേമ്പൻ തണ്ട് അല്ലെങ്കിൽ താള് കറി തോരൻ തയ്യാറാണ്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഈ കർക്കിടക മാസത്തിലൊക്കെ അത് കഴിക്കണം എന്നാണ് പറയുക, ഹെൽത്തിന് നല്ലതാണെന്നും പറയുക. ഓക്കെ, ഹാപ്പി കുക്കിംഗ്.